ഈ ജി സുധാകരൻ അടക്കം നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പാർട്ടി വിടുകയാണ്. കേരളത്തിലെ CPM ഒരു തകർച്ചയെ നേരിടുകയാണ്. ഒരു കാലത്തുമില്ലാത്ത നിലയിൽ പാർട്ടിയിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാരും പ്രവർത്തകന്മാരും കൊഴിഞ്ഞു പോവുകയാണ്. ഇത് CPMനകത്തുണ്ടായിരിക്കുന്ന ഗുരുതരമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും നമുക്കിത് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇത് ജി സുധാകരൻ അവസാനിക്കില്ല. ഇനിയും പല നേതാക്കന്മാരും പുറത്തു വരാനുള്ള സാധ്യത തള്ളിക്കളയണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിർത്തിയുടെ ഭാഗമായിട്ടാണ് മടക്കം അദ്ദേഹത്തിന് ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞോട് സുഹൃത്ത്, ശരത്തിനെ പോലെ തുടങ്ങാവ്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധിയുടെ യഥാർത്ഥ ചിത്രങ്ങളാണ് ഓരോ ദിവസക്കാലവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്ന് ഭരണമുന്നണി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. തെരഞ്ഞെടുപ്പിൻ പ്രഖ്യാപിച്ച ശേഷം എത്ര നേതാക്കന്മാർ പാർട്ടി വിട്ടിരിക്കുന്നു. അപ്പോൾ ജി സുധാകരനെ പോലൊരു പ്രധാനപ്പെട്ട നേതാവ് താൻ അനുഭവിച്ച മനോവിഷമങ്ങൾ മുഴുവൻ തുടർന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി വിട്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ബംഗാളിലെ പോലെ പാർട്ടി ശിഥിലമാകുന്നു എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ ആളുകൾ വരുമോ? സാധ്യതയുണ്ട്. സാർ, ഈ CC3 ഇവിടെ ഉണ്ട്, അദ്ദേഹം നിങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് CC3ന്റെ കാര്യത്തിലെ നിലപാട്? എന്താണ് CC3ന്റെ കാര്യത്തിൽ ഞങ്ങൾ പ്രത്യേകിച്ച് തീരുമാനം എടുത്തില്ല. നമ്മൾ അവിടെ സ്ഥാനാർത്ഥിയെ നേരെ ചർച്ചകളുമായി മുന്നോട്ട് പോയതാണ്. അതിനെപ്പറ്റി ഒരു തീരുമാനം എടുത്തിട്ടില്ല. കെ സുധാകരൻ അതിർത്തി പ്രകടിപ്പിച്ചൊന്നും മടങ്ങിയതില്ല. അദ്ദേഹം എന്തെങ്കിലും പാർട്ടി പരിപാടിക്ക് പോയാൽ തിരിച്ചു വരും. അങ്ങനെ അതൊക്കെ തെറ്റായ വാർത്തകളാണ്. കെ സുധാകരൻ പാർട്ടി ഞങ്ങളെല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്. ഒരു പ്രശ്നവുമില്ല. എന്ത് പ്രശ്നമാണ്? ഈ MP മാര് മത്സരിക്കണമെന്നുള്ളതിൽ ഇപ്പൊ തീരുമാനം ഹൈക്കമാൻഡാണെന്ന് ഓൾറെഡി നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എന്തുകൊണ്ടാണ് ഇവർക്കത് മനസ്സിലാകാതെ പോകുന്നത്? ചില നേതാക്കൾക്ക് ആർക്കും മനസ്സിലാകാതില്ലല്ലോ. പാർട്ടി ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. പാർട്ടി തീരുമാനം എടുക്കും. ഐദർ വേ തീരുമാനം എടുക്കാതിരിക്കാൻ പറ്റുമോ? അത് പാർട്ടി തീരുമാനം എടുക്കുമ്പോൾ പാർട്ടി തീരുമാനത്തിന് വേണ്ടി നമുക്കെല്ലാം വെയിറ്റ് ചെയ്യാം. അത്രയല്ലോ. ക്രൂഷ്യൽ സിറ്റുവേഷൻ ഉണ്ടോ? ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ അല്ല. അതെല്ലാം പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇന്നത്തെ ഒരു മീറ്റിംഗ് എങ്ങനെയാണ് സാർ? ഇന്നത്തെ മീറ്റിംഗ് ഉണ്ടോ? ഉച്ച ശശി തരൂരിന്റെ ജന്മദിനമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ജന്മദിന ആശംസകൾ നേരാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. ആഗ്രഹം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.